ഇപ്പം മന്ത്രി വന്ന് പറഞ്ഞു കണ്ടില്ലേ പൊതിച്ചോറൊക്കെ നിർത്തണമെന്ന്. എന്തർത്ഥത്തിലാണ് മന്ത്രി പറഞ്ഞതെന്ന് അറിയില്ല. ഇപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ പോവാണ്. അപ്പോൾ പൊതിച്ചോറ് കൊടുക്കണമൊക്കെ നിർത്തണം. എന്തായാലേ ഇതൊരു രാഷ്ട്രീയപരമായിട്ടൊന്നും പറയില്ല. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് DIFIക്കാരെ പൊതിച്ചോറ് കൊടുക്കണം. എത്ര കാലമായി അവർ കൊടുക്കാൻ തുടങ്ങിയിട്ട്. കൊറോണ വന്ന് മുടങ്ങിയില്ല, നിപ്പ വന്ന് മുടങ്ങിയിട്ടില്ല പൊതിച്ചോറ്. അതുപോലെ പ്രളയം വന്ന് പൊതിച്ചോറ് മുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ അവരിപ്പോൾ ഇത്ര വലിയ തോൽവി തോറ്റ് എന്നിട്ട് അവരെ പാർട്ടിയിലുള്ള പൊതിച്ചോറ് മുടക്കിയിട്ടില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് മുടക്കാൻ നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും ഒരാൾക്കൊരു നേരം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഒരു പൊതിച്ചോറിന് വേണ്ടി ഓരോ രോഗികൾ, പാവപ്പെട്ട ആൾക്കാർ അവരെയും കാത്തിട്ട് അവിടെ ഇങ്ങനെ ചികിത്സക്ക് പോലും പൈസ ഇല്ലായിട്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിനും പൈസ ഇല്ലായിട്ട് അവർ ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇവരെ പൊതിച്ചോറിന് വേണ്ടി കാത്തിക്കണം എത്ര പേരുണ്ട് അവിടെ. എന്തിനാണ് അതൊക്കെ മുടക്കേണ്ടത് എനിക്കിത് മനസ്സിലാവണില്ല. എന്തായാലും അതൊരു വേണ്ടാത്തൊരു പരിപാടി തന്നെയാണ് പൊതിച്ചോറ് മുടക്കുക എന്നുള്ളത്. ഇത് കണ്ടോ, ഒരു പൊതിച്ചോറിൽ കൊടുക്കുമ്പോൾ അവർ തുറന്നു നോക്കിയപ്പോൾ അതിലൊരു കത്തുണ്ട്. അതിൽ അമ്മ, ചേട്ടാ, ഇത്താന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരു കത്തുണ്ട്. ഒരു കുഞ്ഞുമോൾ ഉണ്ടാക്കിയ ഒരു പൊതിച്ചോറാണ്. സ്കൂളിൽ പോകാനുള്ള തിരക്കിലുണ്ടാക്കിയാണ്. അതിനെക്കൊണ്ട് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞുമോള് അവർക്ക് വേണ്ടിയിട്ട് അത്രയും സ്നേഹത്തോടെ കൊടുക്കുക. എന്നിട്ട് ആ കുഞ്ഞുമോള് പറയുന്നുണ്ട് നിങ്ങളെ രോഗം പെട്ടെന്ന് മാറട്ടെ. അത്രയും സ്നേഹം കലർത്തിയിട്ടാണ് അവർ ആ ഭക്ഷണം കൊടുക്കുന്നത്. അതിൽ രാഷ്ട്രീയം കലർത്തതെന്ന് ഞാൻ പറയുന്നു. എന്തായാലും അതിനോട് യോജിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. അതുപോലെ തന്നെ കൊറോണ പോലത്തെ മഹാമാരി ഈ 10 കൊല്ലത്തിനോട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും വന്നു. എന്നിട്ടൊന്നും അവർ ഒരു പൊതിച്ചോറ് മുടക്കിയിട്ടില്ല. അവർ കറക്റ്റ് ആ രോഗികൾ കാത്തുക്കുന്നുള്ളതിൽ ഓരോ വീട്ടിൽ നിന്ന് ഓരോ അമ്മമാർ അത്രയും സ്നേഹം കലർത്തിയിട്ട് ഓരോ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്തയച്ചിരിക്കണം. ഇതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. എന്തായാലും ഇത് മുടക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ.